കാൽകഴുകൽ വിവാദത്തിൽ വിശദീകരണവുമായി നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ പ്രിൻസിപ്പൽ ആർ ശാന്തകുമാർ വിദ്യാഭ്യാസ വകുപ്പോ ബാലാവകാശ കമ്മീഷനോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. BJP നേതാവായതുകൊണ്ടല്ല സ്കൂൾ ഭരണസമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് ചടങ്ങിന്റെ ഭാഗമായതെന്ന് KK അനൂപ് പറഞ്ഞു. മതപരമായ ചടങ്ങുകളല്ല സ്കൂളിൽ നടന്നതെന്നും KK അനൂപ്. കാലുകഴുകിപ്പിച്ച നൂറനാട് എടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ നിന്നും ദേവൻ MP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാദപൂജ വിവാദം കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ആലപ്പുഴ നൂറനാടുള്ള വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളായിരുന്നു ഏറെ വാർത്തകളിൽ ചർച്ചയായത്. അധ്യാപകർക്ക് പുറമെ ഒരു BJP നേതാവായിട്ട് കൂടിയുള്ള അഡ്വക്കേറ്റ് KK അനൂപിന്റെ പാദപൂജ ചെയ്തതായിരുന്നു ഏറെ വിമർശനങ്ങൾക്കെല്ലാം വഴിവെച്ചത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് KK അനൂപ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇടതുപക്ഷ സംഘടനകളും അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനയെല്ലാം തന്നെ പറയുന്നത് അധ്യാപകർക്ക് പുറമെ അനധ്യാപകനായ ഒരാളുടെ പാദപൂജ ചെയ്തു വിദ്യാർത്ഥികളെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ അതിൻ്റെ ആദ്യം ഒരു മറുപടി തോന്നുന്നത് പലപ്പോഴും ഇവിടെ ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉയരുന്ന ഈ വാദങ്ങൾക്കെല്ലാം പശ്ചാത്തലമായിട്ടുള്ള കാരണം എന്തായിരിക്കും? ഞങ്ങളുടെ അധ്യാപകരെ മാത്രമല്ല അനധ്യാപകരെയും സമൂഹത്തിലെ എഴുത്തുകാരെയും വിശിഷ്ടരായ വ്യക്തികളെയും ഒക്കെ ഈ ഗുരുപൂജ ഗുരുപൂർണിമ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഗുരുവന്ദന ചടങ്ങിൽ ഗുരുപൂജ ചടങ്ങിൽ ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. കഴിഞ്ഞ 40 വർഷമായി കേരളത്തിൽ ഇത് ആചരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകളായി ഭാരതം ഇത് പിന്തുടരുന്നു. ഇവിടെ 2003 വിദ്യാലയം ആരംഭിച്ച വർഷം മുതൽ ഈ ഗുരുപൂജ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായും ഇവർ സൂചിപ്പിക്കുന്നത് പോലെ പാദപൂജ എന്ന് പറഞ്ഞ ചടങ്ങില്ല. അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. അങ്ങ് ഹിമാലയം മുതൽ അങ്ങ് മഹത്തായ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ ഭൂപ്രദേശമാണ് ഹിന്ദുസ്ഥാനം. അതൊരു സംസ്കാരമാണ്, ഒരു മതമല്ല. 1000-ലധികം വർഷങ്ങളായി ആക്രമണം തുടങ്ങിയാണ് ഈ സംസ്കാരത്തിന് എതിരെ. പക്ഷേ ഈ സംസ്കാരം ഇന്നും നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. പാലിൽ പഞ്ചസാര ചേർക്കുന്നത് പോലെ വിഷവുമായി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇന്ന് അവർ സമരം നടത്തി. ഏതാണ്ട് 200 മീറ്റർ അവിടെ വെച്ചാണ് അവരെ തടഞ്ഞത്. അവർ വന്നിരുന്നെങ്കിൽ അവർക്ക് ചായ കൊടുക്കുമായിരുന്നു, അവർക്ക് ഉണ്ണിയപ്പം കൊടുക്കുമായിരുന്നു, അവരെ സ്വീകരിക്കുമായിരുന്നു. ഞങ്ങൾ തടയാൻ പോയില്ലല്ലോ. പോലീസ് ചോദിച്ചു, നിങ്ങൾ തടയുമോ? ഞങ്ങൾ തടയില്ല. അവർ ഇവിടേക്ക് വന്നാൽ ഒരിക്കലും ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കില്ല. അവർ വന്നിരുന്നെങ്കിൽ അവരെയും ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. 2003 സ്കൂൾ ആരംഭിക്കുന്നത്. ഞാനിവിടെ പ്രിൻസിപ്പലായിട്ട് വന്നത് 2017 മുതലാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ 2003 മുതൽ ഈ വർഷം വരെ ഒരു മുടക്കവും കൂടാതെ നടന്നൊരു ചടങ്ങാണ് ഈ ഗുരുവന്ദനം അല്ലെങ്കിൽ ഗുരുപൂജ. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും എല്ലാം തന്നെ നിയമപരമായി ഈ ഒരു കാര്യത്തെ നേരിടാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും സ്കൂൾ മാനേജ്മെന്റ് നേരിടാൻ പോകുന്നത്? ഇതുവരെ ഈ സ്കൂളിൽ അങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. പേപ്പറിൽ കൂടെ അല്ലെങ്കിൽ പിന്നെ ചാനൽ കൂടെയുള്ള അറിവേ ഞങ്ങൾക്ക് ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അന്നേരം അതനുസരിച്ച് നമുക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ. കാരണം ഏതായാലും കാല് കഴുകുക എന്നുള്ള ഒരു ചടങ്ങ് ഇവിടെ നടന്നിട്ടുമില്ല. ഇത് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റും ഒപ്പം തന്നെ ആരോപണവിധേയനായിട്ടുള്ള അഡ്വക്കേറ്റ് KK അനൂപും നൽകുന്ന വിശദീകരണം. ഏതായാലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. ഇന്ന് രാവിലെയും ഈ സ്കൂളിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി DYFI അടക്കമുള്ള സംഘടനകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ സമരം വ്യാപിപ്പിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനവും. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.